ഇതാണ് വയലോരം വീട്. ഇവിടെ അച്യുതക്കുറുപ്പും ഭാര്യ ശാരദയും അച്യുതക്കുറുപ്പിന്റെ സഹോദരി സുഭദ്രയും മക്കളായ ബാലചന്ദ്രനും രവിയും. ഇനി ഒരാൾ കൂടിയുണ്ട് ഇവിടെ. അങ്ങനെ ചുമ്മാതെ ഒരാൾ എന്ന് പറഞ്ഞാൽ പോരാ. വയലോരം വീട്ടിലെ രാജകുമാരി കുട്ടിമണി എന്ന 3 മണി. 3 മണിക്ക് പ്രായം 24 കഴിഞ്ഞിട്ടും ഒരു 5 വയസ്സുകാരിയുടെ ബുദ്ധിയേ ഉള്ളൂ. കുട്ടിമണിയെ 3 മണി എന്ന് വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം കേട്ടോ. 3 മണി എന്ന് വിളിക്കുന്നത് കേട്ടാൽ കുട്ടിമണിക്ക് അപ്പ ദേഷ്യം വരും. പിന്നെ കിട്ടും നല്ല ഒന്നാന്തരം കടി. കുട്ടിമണിക്ക് വേണ്ടി കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നിന്നവരാണ് ബാലചന്ദ്രനും രവിയും. ഇപ്പോൾ രവിക്ക് മാണിക്യമംഗലം എന്ന വലിയ തറവാട്ടിലെ ഒരേ ഒരു മകളായ മതികലയുടെ ആലോചന. സീത എന്ന യുവതിയെ വിവാഹം കഴിക്കാൻ ബാലചന്ദ്രനും തീരുമാനിക്കുന്നു. അമ്മയും അമ്മാവനും മാത്രമാണ് സീതയ്ക്ക് ആകെയുള്ള ബന്ധുക്കൾ. പക്ഷേ കല്യാണത്തലേന്ന് കുട്ടിമണിക്കുണ്ടായ ഒരു കയ്യബദ്ധത്തിൽ അച്യുതക്കുറുപ്പ് കിണറ്റിൽ വീഴുന്നു. വിവാഹം കഴിഞ്ഞെത്തിയ വധൂവരന്മാരെ എതിരേറ്റത് അച്യുതക്കുറുപ്പിന്റെ മൃതശരീരമാണ്. കുട്ടിമണിയുടെ ജീവിതവും അതോടെ അനിശ്ചിതത്വത്തിലായി. വഷളനായ സൈക്കിൾ അണ്ണാച്ചിയുടെ പിടിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് കുട്ടിമണി രക്ഷപ്പെടുന്നത്. ഒടുവിൽ കുട്ടിമണിയെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഈ കല്യാണത്തിനു പിന്നിൽ ആരും കാണാത്ത, ആരും അറിയാത്ത ഒരു ചതിയുണ്ടായിരുന്നു. തന്റെ കാമുകനായ മനസ്സിജനെ വയലോരം വീട്ടിൽ കൊണ്ടുവരാൻ മതികല കണ്ടെത്തിയ തന്ത്രം. പാവം കുട്ടിമണിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്? എന്തു പറ്റി സിജ? അത് എന്താ ഉറങ്ങിയില്ലേ? ഞാൻ ഇത്തിരി വെള്ളം എടുക്കാൻ ഇറങ്ങിയതാ. എന്നും എടുത്തു വെക്കുന്നതാ. ഇന്നത്തെ തിരക്കിൽ അതും മറന്നുപോയി. ഞാനെന്തോ ശബ്ദം കേട്ടു, അതാ നോക്കിയത്. കുട്ടിമണി ഉറങ്ങിയില്ലേ? സംസാരം കേട്ട പോലെ തോന്നി. ഉറങ്ങി, ഉറക്കത്തിൽ കിടന്നെന്തോ പറയുന്നതാ തോന്നിയത്. ശരി, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. തരൂല. എന്താ നീ കിടന്നോ? കിടക്കാൻ പോവാ. എന്താ? എവിടാ നീ കിടക്കാൻ പോകുന്നത്? ഇവിടെ ഈ കട്ടിലിന്റെ ഓരം പറ്റി. ഓരം പറ്റി? ഓരം പറ്റി കിടന്നാലേ പോ അവിടെ ചൂട് പറ്റി കിടക്കണമെന്ന് തോന്നും. തറയിൽ കിടന്നാ മതി. നീ മതി. ഞാനീ പറയുന്നതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. നിന്നോടുള്ള സ്നേഹം എന്നും എനിക്ക് ഭ്രാന്താണെന്ന് നിനക്കറിയാലോ. എന്റെയാ നീ. ഞാൻ പറയുന്നത് പോലെ ആകാവൂ നിന്റെ ചിന്തകൾ പോലും. ശരി. എന്തായാലും 3 മണിയുടെ കല്യാണം മംഗളമായിട്ട് നടന്നല്ലോ. പരുത്തിക്കാവിലമ്മയുടെ അനുഗ്രഹം. പിന്നെ അബൂട്ടി, ആ ഭദ്രനോട് ഇത്തടം വരെ ഒന്ന് വരാൻ പറയണം. ഇത്തിരി വെറുതെ കയറാനുണ്ട്. പറഞ്ഞേക്കാൻ ചേച്ചി. അബൂട്ടിയെ നല്ല പിടക്കിന മീനുള്ളതും എടുത്ത് കയ്യെ പിടിച്ചങ്ങ് പിടച്ചാ മതി. നീ പഞ്ചായത്ത് ഓഫീസിൽ വരും, അപ്പൊ പിടക്കിനാരാണെന്ന് മനസ്സിലാവും. മെമ്പറേ, എന്താ മെമ്പറേ, ഇന്ന് പഞ്ചായത്തിൽ പരിപാടിയൊന്നും ഇല്ലയോ? ശശിയെ കണ്ടു, നന്നായി. ഞാനേ മുടിയൊന്ന് വെട്ടണമെന്ന് ഓർത്തതേ ഉള്ളൂ. എന്തിനാ മെമ്പറേ കാശ് കളയുന്നത്? ഉള്ള 4 തന്നെത്താൻ പിഴുത് കളഞ്ഞാ പോരോ.
ഒരു മുടി അല്ല, അത് പിന്നെ നിനക്ക് 10 കാശ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല നെല്ലേ, ഞാൻ ജംഗ്ഷനിലോട്ട് വരുന്നുണ്ട്. ആഹാ, ഇതെന്ത് പറ്റി? 10 മണിയാവാതെ എണീക്കണ പതിവില്ലല്ലോ. പണ്ടത്തെ പോലാണോ അമ്മ ഇപ്പോ? ഒരു ഭാര്യയല്ലേ കുട്ടിമണി? ദാ, ഇത് കൊണ്ടുപോയി മനസ്സിനെ കൊടുക്കണം. സൂക്ഷിച്ചു കൊണ്ടുപോണേ. ആ. ശ്ശോ, ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല ഞാൻ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എല്ലാം ശരിയാവുമെന്ന്. ഇതൊന്നും കാണാൻ അച്ചൂട്ടനില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. കുട്ടിമണി, കൊച്ചേർന്നോ? ഞാനേ അങ്ങ് പേടിച്ചു പോയി. ഇതാർക്കാ മോളെ ഈ ചായ? ഇതേ മനസ്സിനാ. അയ്യോ, മനസ്സിന് മോള് ചായ കൊടുക്കണ്ട. ഇന്നാളത്തെ പോലെ തട്ടിമറിഞ്ഞു വീണാലോ. ഇതേ കൊച്ചേച്ചി കൊണ്ടുകൊടുക്ക. ഞാൻ കൊടുത്താ മതി വല്ലേച്ചി പറഞ്ഞ. അത് സാരില്ല, വല്യേച്ചി ചോദിച്ചാ മോളാ കൊടുത്തേന്ന് പറഞ്ഞാ മതി. അത് മതി മോളെ. ഞാൻ നോക്കിയപ്പോഴേ സിജന് കാപ്പിയുമായി വരുന്നു കുട്ടിമണി. തട്ടിമറിഞ്ഞ് വീഴാൻ തുടങ്ങുമായിരുന്നു. ഞാനിങ്ങ് വാങ്ങിച്ചോണ്ട് വന്നു. ഇതാ. അല്ല, എന്തായിരുന്നു മൂന്നളിയന്മാരും കൂടെ ഒരു ചർച്ച? സിജൻ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ? ഓടിച്ചോണ്ടിരുന്ന വണ്ടി അങ്ങ് പട്ടണത്തിലല്ലേ? രവിയേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. പറയേ. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് ഒരു പുതിയ വണ്ടി എടുപ്പിക്കാം. വല്ല ഇന്നോവയോ മറ്റോ. അങ്ങനെ എന്തെങ്കിലും സിജൻ ഓടിക്കട്ടെ. അയ്യോ, അത് വേറെ ആരുടെയും കീഴിൽ ജോലി ചെയ്യണ്ട. എന്റെ അച്ഛൻ വാങ്ങുന്ന വണ്ടി എന്ന് പറയുമ്പോ അത് സിജന്റെ സ്വന്തം വണ്ടിയല്ലേ? അയ്യോ, ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വെച്ചാ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ സന്തോഷമാ, അല്ലേ ബാലേട്ടാ? എല്ലാം നമ്മുടെ കുട്ടിമണിക്ക് വേണ്ടിട്ടല്ലേ? കേട്ടോ അമ്മേ, ഈ മതിയൊരു സംഭവാ. എന്തു പറ്റി രവി? ഏടത്തി, പറയുമ്പോ ഞാൻ എന്റെ ഭാര്യയെ പൊക്കി പറയാണെന്ന് പറയരുത്. നീ കാര്യം പറയടാ ചെറുക്ക. മനസ്സിന് ഒരു ജോലി ശരിയാക്കണമെന്ന് ഞാനും ബാലേട്ടനും പറഞ്ഞോണ്ടിരുന്നപ്പോ മതി അങ്ങോട്ട് വന്നു. എന്നിട്ട് പറയുവാ, മതിയുടെ അച്ഛനോട് പറഞ്ഞ് പുത്തനൊരു കാറ് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അതാവുമ്പോ സ്വന്തമായിട്ട് ഓടിക്കാലോ എന്ന്. എന്തായാലും കലമോള് പറഞ്ഞാ അവര് വാങ്ങിച്ചു കൊടുക്കും, ഉറപ്പാ. അയ്യോ, അന്ന് തന്നെ നിന്ന നിൽപ്പിലൊരു അലമാരിയും ബ്രിഡ്ജെന്നും പറഞ്ഞ് ഐസ് വെട്ടിയും കൊണ്ടുവന്നില്ലേ? എന്തായാലും കുടുംബത്തെ രക്ഷിക്കാൻ വന്നു കയറിയോ കൊച്ച. അമ്മ മറ്റേ കാര്യം ഏട്ടനോടൊന്ന് പറയണം. എന്റെ മുറി പൊളിച്ചു പണിയുന്ന കാര്യമേ. മതി ഇത്രയൊക്കെ ചെയ്യുമ്പോ നമ്മളും തിരിച്ച് അങ്ങനെയൊക്കെ നിൽക്കേണ്ടമ്മേ. ഇങ്ങതാ സീതേച്ചി, ഞാൻ തൂക്കാം. കലമോൾ മിറ്റം തൂക്കാനോ? കൊള്ളാം, പോയി വേറെ പണി നോക്ക്. ഇങ്ങതാ സീതേച്ചി, ഞാനും ചെയ്ത് പഠിക്കണ്ടേ? ശരി, ഈ പെണ്ണിന്റെ ഒരു കാര്യം. വല്യളിയന്റെയും കുഞ്ഞളിയന്റെയും പൊന്നളിയൻ. എന്താ ഇന്നത്തെ പരിപാടി? അത് കുട്ടിമണിയുമായിട്ടൊന്ന് പുറത്തു പോകാൻ വേണ്ടി. പുറത്തു പോവാനോ? ഓ, ഹണിമൂൺ തുടങ്ങിയല്ലോ. നടക്കത്തില്ല. മതി, അവളുടെ ഏട്ടന്മാരങ്ങനെ പറഞ്ഞു. അവർക്ക് മുമ്പ് എനിക്ക് അഭിനയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് ഒക്കെ ചീട്ട് കൊട്ടാരം പോലെ പൊളിയും. നീ ആ പെണ്ണിന് ഓമന പേരിട്ടതൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ മനസ്സിൽ ഒരു മില്ലിമീറ്റർ സ്ഥലമെങ്കിലും നീ അവക്ക് കൊടുത്തു എന്ന് എനിക്ക് തോന്നിയാൽ
വിഷം വെച്ച് കൊല്ലും ഞാനതിന്. അതിനെ മാത്രമല്ല നിന്നെയും. മതി. പൊക്കോ, ഞാനൊരു വഴി കണ്ടുപിടിച്ചോളാം. കേട്ടോ അമ്മേ, സിജൻ പറയുന്നു കുട്ടിമണിയായി പുറത്തു പോവാന്ന്. ആ പറഞ്ഞു. സീതമോള് കുട്ടിമണിയെ ഒരുക്കുക. ആഹാ, ഒരുക്കോ തുടങ്ങിയോ? പിന്നെ പെണ്ണ് വലിയ ഉത്സാഹത്തിലാ. പക്ഷേ ഒറ്റയ്ക്ക് പുറത്തു കൊണ്ടുപോയാൽ സിജൻ പറയുന്നത് കേട്ട് കുട്ടിമണി അടങ്ങി ഒതുങ്ങി നിൽക്കോ അമ്മേ? ഒരു ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ കുട്ടിമണിക്ക്. എന്റെ അമ്മേ, ഇരിക്കുന്ന ഇരിപ്പി സ്വഭാവം മാറുന്ന ആളല്ലേ കുട്ടിമണി. പോകുന്ന വഴിക്ക് എന്തിന്റെയെങ്കിലും പേരില് മനസ്സജനുമായിട്ട് വഴക്കുണ്ടാക്കുകയോ കേറി ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്താൽ ഉള്ള സ്നേഹം കൂടെ പോവാ, അത് മതി. അതാ ഞാൻ പറഞ്ഞത്, ഒന്നും പഴകിയിട്ട് മതിയായിരുന്നു പുറത്തു വിടുന്നതെന്ന്. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു നിർത്താനുമായി കൂടെ ഒരാൾ വേണം. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഞാനൊരു കാര്യം ചെയ്യാമേ, ഞാൻ കൂടെ അവരുടെ കൂടെ പോവാം. നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയാ മതിയല്ലോ, വെറുതെ ആ പാവത്തെ വെയിലും കൊള്ളിക്കണ്ട. മോക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? കുട്ടിമണി എനിക്ക് എന്റെ കൂടെപ്പിറപ്പല്ലേ അമ്മേ. അവൾക്ക് വേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശരി മോളെ. ആ ഒന്ന് പെട്ടെന്ന് ഉടുപ്പിക്കുമല്ലേ ചേച്ചി, പെട്ടെന്ന് പോണ എനിക്ക്. ഒന്ന് അടങ്ങി നിൽക്കും മോളെ, ഞാനിതൊന്ന് കുത്തിക്കോട്ടെ. കഴിഞ്ഞു കഴിഞ്ഞു. അയ്യോ, കുട്ടിമണി സാരി ഉടുത്താണോ പോകുന്നത്? അതല്ലേ നല്ലത്. എന്റെ പൊന്ന് സീതേച്ചി, സീതേച്ചിയുടെ ബുദ്ധിയും പോയോ? കുട്ടിമണിയെ സാരി ഉടുപ്പിച്ച് കൊണ്ടുപോയാൽ എങ്ങനാ? എവിടെയെങ്കിലും ഒക്കെ തട്ടിമറിഞ്ഞ് വീഴത്തില്ലേ? അന്ന് എന്നെ കണ്ടതല്ലേ ഇവിടെ നടന്ന പുകില്. മിക്കവാറും വഴിയിൽ നിർത്തി സാരി പിന്നെ ഉടുപ്പിക്കേണ്ടി വരും. പട്ടുപാവാടയും ബ്ലൗസും മതി സീതേച്ചി, അതാ കംഫർട്ട്. കുട്ടിമണിക്ക് പരിചയമുള്ള വേഷം അതല്ലേ. കുട്ടിമണി, പട്ടുപാവാടയും ബ്ലൗസും പോരെ? ഞാനും കൂടി ഇവരുടെ കൂടെ പോവാനാ അമ്മ പറഞ്ഞത്. കുട്ടിമണിയെ എങ്ങനെയാ ഒറ്റയ്ക്ക് വിടുന്നതെന്ന്. അതും നേരാ. ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ സീതേച്ചി. ശരി. എന്നാ നമുക്കേ പട്ടുപാവാടയും ബ്ലൗസും ഇട്ടാലോ? എന്റെ റിവേട്ടെ പ്ലീറ്റ് ഒന്ന് പിടിച്ചിട്. എന്തൊരു ഒരുക്ക പെണ്ണിന്റെ, നിന്നെ എന്തായാലും വീണ്ടും കെട്ടിക്കാൻ പോവാണോ? അമ്പട കുശുമ്പ. രവിയേട്ടന്റെ പെങ്ങളോ അളിയനും ഒക്കെ അണിഞ്ഞൊരുങ്ങി പോകുമ്പോ ഞാൻ എന്താ മോശമായിട്ട് പോണോ? കാണുന്നവര് പറയണം വയലോരം വീട്ടിലെ രവിചന്ദ്രന്റെ ഭാര്യയാ പോകുന്നതെന്ന്. ഒരു ദേവതയെ പോലെ അല്ലേന്ന്. വേണ്ടേ? വേണം പൊന്നേ. അയ്യടാ, അങ്ങനെ ഇപ്പൊ മേക്കപ്പ് ലിപ്സ്റ്റിക്കും കളയണ്ട കള്ളൻ. രവിയേട്ടാ, പുറത്തുനിന്ന് കഴിക്കുകയെ ഞാൻ. കുട്ടിമണി ഹോട്ടലിലൊന്നും കേറിയിട്ടില്ലല്ലോ. എന്റെ കുട്ടൻ കഴിക്കണേ. അയ്യോ മോളെ, കിടന്നോടാതെ, ആ ഡ്രസ് എല്ലാം ചുളിയും. പോയിട്ട് വരട്ടെ അമ്മേ. ചെല്ലു മോളെ. സീതേട്ടത്തി വരുന്നില്ലേ? അയ്യോ, ഞാനും കൂടെ വന്നാ എങ്ങനെ ശരിയാവുന്നേ? കലമോള് പോയിട്ട് വാ. രവി വരുന്നില്ലേ? അത് രവിയേട്ടൻ ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ട്. പോവാം, കേറിക്കോ. എങ്കിൽ ശരി അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. മോള് കൊച്ചിച്ചിയുടെ കൂടെ പുറകെ ഇരുന്നാ മതി. കുട്ടിമണി ആദ്യമായിട്ടല്ലേ കാറി കയറുന്നത്.
സിജും ബ്രേക്ക് ഇടുമ്പോ ഇവളുടെ നെറ്റി എവിടെയെങ്കിലും പോയി ഇടിച്ചാലോ? പുറകിലാകുമ്പോ എനിക്ക് ചേർത്ത് പിടിക്കാലോ. കലമോളുടെ ഒരു കരുതല് കണ്ടില്ലേ? കൊച്ചു കൊച്ചേച്ചിയുടെ കൂടെ പുറകിലിരിക്കും. വണ്ടി എടുക്കും മനസ്സിജ. ടാറ്റാ. അതിന്റെ തല പിടിച്ച് അകത്തേക്ക് വെക്കേ, വല്ല പോസ്റ്റിൽ ഇടിക്കും. കുട്ടുമണി മോളെ ഇങ്ങോട്ടിരിക്കേ, ഇല്ലെങ്കിൽ മോളുടെ തല എവിടെയെങ്കിലും ഇരിക്കും. കറുപ്പ് നിറം എന്തേ ശാന്തയ്ക്ക് വെളുപ്പ്. ശാന്തയാക്കോ, വയലോരം വീട്ടിലെ 3 മണിയല്ലേ ആ കാറെ പോയത്? അതെ. അയ്യോ, അവര് കാറൊക്കെ വാങ്ങിച്ചോ? നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ 3 മണിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞോ? ആര് കെട്ടി? നല്ല മിടുക്കനൊരു ചെറുക്കൻ, പേര് മനസ്സിജൻ. മനസ്സിജനോ? അങ്ങനെ ഒരു പേരുണ്ടോ? ഉള്ളതുകൊണ്ടാണല്ലോ ഇട്ടത്. ശാന്തയാക്കോ, ഒന്ന് നിന്നേ ശാന്തയാക്കാ. ഈ പയ്യൻ എവിടുത്തുകാരനാ? എന്താ അവന്റെ ജോലി? ഒന്ന് വിശദമായിട്ടൊന്ന് പറ. നീ എന്തിനാടാ ഈ ആവശ്യമില്ലാത്ത തിരക്കുന്നത്? എന്തായാലും നിന്റെ വളക്കച്ചവടം ഒന്നും ഇനി അതിന്റെ അടുത്ത് നടക്കത്തില്ല. ആ ചാന്തേക്കന്റെ മാദക സൗന്ദര്യത്തിന് മാറ്റം കൂട്ടുന്ന മാന്ത്രിക വളങ്ങളുണ്ട്, തരട്ടോ? ഞാൻ നിന്റെ മോന്തക്കിട്ടും തരട്ടെ? അപ്പ ശരി, എല്ലാം പറഞ്ഞ പോലെ കാണാം. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ പോരെ? ആ മതി. ഇവിടെ ആവുമ്പോ വലിയ തിരക്കില്ല, നല്ല പ്രൈവസി ഉണ്ട്. നമ്മൾ എന്തിനാ കൊച്ചിടാന്ന്? നമ്മളോ ഭക്ഷണം കഴിക്കാൻ. കുട്ടിമണിക്ക് വിശക്കുന്നില്ലേ? ഒന്നുണ്ട്, വിശപ്പുണ്ട്. ഇപ്പഴേ വിശപ്പ് കൂടി. എന്നാ ഇറങ്ങ്. മനസ്സിലായിരുന്നു, തുറന്നേ. ആ തുറക്കാം. വാ. തുറക്ക്. അയ്യോ, ഇവിടെ എന്തോരം വണ്ടികളാ. ഒരു ബസ്സിന് പുറത്ത് വേറൊരു ബസ്. അതാണ് 2 നില ബസ്, ഡബിൾ ഡെക്കർ. അയ്യോ, ലോറി കുഞ്ഞ്. മനസ്സിലാ, ലോറി കുഞ്ഞ്. നമ്മുടെ അവിടെ ഉണ്ട് ലോറി കുഞ്ഞ്. ആണോ? കുട്ടിമണി, എന്നെന്താ കുട്ടൂന്ന് വിളിക്കാത്ത? എന്നെ അങ്ങനെ വിളിച്ചാ മതി, എനിക്ക് ഇഷ്ടമാണോ? കുട്ടു വാ. കുട്ടു കൊണ്ടു നടന്ന കൊഞ്ചിക്ക്. വാ വാ. അയ്യോ, എന്തോരം കസേര എന്റെ അമ്മോ. ഇവിടെ ഇരിക്കും. നല്ല സുഖം. തൊപ്പി അതവിടെ വയ്ക്കേ. കുട്ടിമണിക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് ഐസ്ക്രീം വേണം. അത് വാങ്ങിച്ചു തരാം. അതിനു മുമ്പ് എന്ത് വേണം? അതിന് മുമ്പ് എനിക്ക് ഐസ്ക്രീം വേണം. ഇവിടെ പൊറോട്ട കിട്ടും, ഇറച്ചിക്കറി കിട്ടും, മട്ടൻ ബിരിയാണി കിട്ടും, ചിക്കൻ ബിരിയാണി കിട്ടും. മട്ടൻ ബിരിയാണി. ഇവിടെ ഒരു മട്ടൻ ബിരിയാണി. ഞങ്ങള് പിന്നെ ഓർഡർ ചെയ്തോളാം. വേഗം കൊണ്ടുവരണേ, എനിക്ക് ഭയങ്കര വിശപ്പാ. മട്ടൻ ബിരിയാണി. മാറ്റി വെച്ചേ. മോള് സ്വസ്ഥമായിട്ട് ഇത് കഴിച്ചോ. ഇത് കഴിച്ചാലുടൻ ഐസ്ക്രീം വരും. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ചേട്ടനോട് പറഞ്ഞാൽ മതി. ദേ, ഇവിടെ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുത്തേക്കണേ.
സുഖമായിട്ട് കഴിക്ക്. കൊച്ചേച്ചി മനസ്സജന അപ്പുറത്തുണ്ടാവും. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും. അതിനൊരു മറയായി 3 മണി ഇങ്ങനെ ജീവിതത്തിന്റെ ഓരത്തിരിക്കും. ഇതിൽ നിന്ന് ഏറ്റവും നല്ലൊരെണ്ണം നോക്കി നീ എനിക്ക് സെലക്ട് ചെയ്ത് തരണം. നിന്റെ കയ്യിൽ നിന്ന് ഒരു പുടവ വാങ്ങണമെന്നായിരുന്നല്ലോ എന്റെ ജന്മാഭിലാഷം. കുട്ടിമണിക്ക് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അനങ്ങാതെ മിണ്ടാതെ എവിടെ ഇരുന്നോണം, അല്ലെങ്കിൽ ഇവര് ഉടുപ്പ് തരത്തില്ല. വാങ്ങിക്കാം. ഈ ചോപ്പ് മതി. ഈ ചോപ്പിൽ നീ അങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കും. ഇത് മതി. ഇത് പാക്ക് ചെയ്തോളൂ. അതെ, വയലൊരു വീട്ടിലെ എല്ലാവർക്കും പുത്തനെടുക്കണം, മരുമകന്റെ വകയായി. പാടത്തെ പച്ചപ്പിനെയും പശുവിനെയും ഒക്കെ സ്നേഹിക്കുന്ന പാവങ്ങളാ. അതുങ്ങളെ കയ്യിലെടുക്കാൻ ഇത് മതി. നിന്റെ അച്ഛൻ എന്നെ കാണുമ്പോഴത്തെ കാര്യം ഓർക്കുമ്പോഴാ ഞാനും ആ നിമിഷത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. അന്നേരം അച്ഛന് മനസ്സിലാവും അച്ഛന്റെ മകൾ ആരാണെന്ന്. സത്യം വിളിച്ച് പറയുമെന്ന്? എന്ത് സത്യം പറയാനാ? 3 മണിയുടെ ഭർത്താവ് മകളുടെ പഴയ കാമുകനാണെന്നോ? കൊള്ളാം. നിന്നെ നോക്കേണ്ട കാര്യം എന്റെ അച്ഛനില്ല. അങ്ങേര് കണ്ടുപിടിച്ച ആളെ അങ്ങേരുടെ മകളെ കെട്ടി. വയലോരം വീട്ടിലെ 3 മണിയെ മനസ്സജൻ കല്യാണം കഴിക്കുന്നതിന് മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെ ചീട്ട് വേണ്ടല്ലോ. ദാ ക്യാഷ് പേ ചെയ്. ഞാൻ ആ പെണ്ണിനെ കൂട്ടി വരാം.